friends. Hi friends. Today we are making gingerbread. ഇവിടെ ഡിസംബർ ആദ്യ ആഴ്ച മുതൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്തു തുടങ്ങുന്നത് ജിഞ്ചർ ബ്രെഡാണ്. പക്ഷേ ഈ വർഷം ഞാൻ വിചാരിച്ചു, സാധാരണ ഞാൻ ജിഞ്ചർ ബ്രെഡ് ഉണ്ടാക്കും, പിന്നെ ടേബിളിൽ വെക്കാനായിട്ട് ജിഞ്ചർ ബ്രെഡ് ഹൗസും ഉണ്ടാക്കും. അപ്പോൾ ഈ വർഷം ഞാൻ ആദ്യം ജിഞ്ചർ ബ്രെഡ് ഹൗസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെ അതിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കി, ജിഞ്ചർ ബ്രെഡ് ഇത് ഹൗസ് ഉണ്ടാക്കേണ്ട പാർട്സൊക്കെ. ഇന്ന് ഞാൻ ആ ഹൗസ് ഒന്ന് സെറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ആ ഹൗസിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒരിക്കൽ കൂടി പറയുവാണ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദി. വെറോണിക്കയ്ക്കും ഞാൻ ചെറിയ ചെറിയ ജിഞ്ചർ ബ്രെഡ്സ് ഉണ്ടാക്കി അവൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വെറോണിക്ക ഇത് ചെയ്തു തുടങ്ങി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് ജിഞ്ചർ ബ്രെഡ് ഹൗസിന് വേണ്ടിയുള്ള പാർട്സ്. ഇതൊക്കെ ഞാൻ ഇന്നലെ ബേക്ക് ചെയ്തതാണ്. ഇന്ന് ഞാൻ ഇത് ഹൗസായിട്ട് സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇത് മുട്ടയുടെ വെള്ളയും ഷുഗർ പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൗസ് സെറ്റ് ചെയ്യുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു ഗ്ലൂ ആയിട്ടാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്നത്. കുറച്ച് നേരം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം, ഒന്ന് സെറ്റാകാൻ. ഇത് വീടിൻ്റെ സൈഡ് പാർട്ടിന് വേണ്ടി. ഞങ്ങളുടെ ഇവിടെ പോളണ്ടിലെ ജിഞ്ചർ ബ്രെഡ് റെസിപ്പി നല്ല റെസിപ്പിയാണ്. ഞാൻ റെസിപ്പി ഇട്ടിട്ടില്ല. അഥവാ ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റെസിപ്പി അയച്ചു തരാം. ഈ വീടുണ്ടാക്കുന്ന ഭയങ്കര ഒരു ജോലിയാണ്. ഈ മുട്ടയുടെ വെള്ളയും ഷുഗർ പൗഡറും കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചർ ശരിയായില്ലെങ്കിൽ വീട് സമയത്തിന് അതിൻ്റെ പാർട്സ് ഡ്രൈ ആവത്തില്ല. ഒത്തിരി നേരമൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്കിതെല്ലാം കുറേ നേരം ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടത്, പ്രത്യേകിച്ച് റൂഫ്. അതിന് ശേഷം പഠിച്ചു. വീടിൻ്റെ സൈഡ് പാർട്ടാണ്. എല്ലാവരും കാണുന്നുണ്ടോ? ഇത് വീടിൻ്റെ അടുത്ത പാർട്ട്. പോളണ്ടിലെ ക്രിസ്മസ് എല്ലാം ഭയങ്കര ട്രഡീഷണൽ രീതിയിലാണ്. ഡിസംബർ ആദ്യമേ അതിനുള്ള തുടക്കങ്ങൾ തുടങ്ങും. അതിലൊന്നാണ് ഈ ജിഞ്ചർ ബ്രെഡ്. ഞങ്ങളുടെ പോളണ്ടിലെ റെസിപ്പി അനുസരിച്ച് ഈ ജിഞ്ചർ ബ്രെഡ് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒന്നിൽ നല്ല ഒരു സോഫ്റ്റ് ഒരു കുക്കീസ് ആയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് നല്ല ബ്രിട്ടിലായിട്ടുള്ള ബിസ്ക്കറ്റ്. ഇപ്പം നമ്മളിങ്ങനെ മാവ് പരത്തുമ്പോൾ തിക്കായിട്ട് പരത്തുവാണെങ്കിൽ നല്ല സോഫ്റ്റ് കുക്കി. ഇത് നല്ല സോഫ്റ്റ് കുക്കീസ് പോലെയാണ് ഇരിക്കുന്നത് ഈ ടെക്സ്ചർ. കണ്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചെറിയൊരു പീസ് കണ്ടോ, പൊടിഞ്ഞത് കണ്ടോ, സൗണ്ട് ഒന്നും ഉണ്ടായില്ല. അതേപോലെ ഇപ്പം നമ്മൾ കട്ടിക്ക് പരത്തുവാണെങ്കിൽ ഇത് ഇതേപോലെ ആയിരിക്കും, സോഫ്റ്റ് ഒരു കുക്കീസ്. അല്ലാതെ തിന്നായിട്ട് പരത്തുവാണെങ്കിൽ നല്ല ബ്രിട്ടിലായിട്ടുള്ള ബിസ്ക്കറ്റ് പോലെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചാൽ നല്ല ഷെൽഫ് ലൈഫാണ് ഈ ബ്രിട്ടിൽ ബിസ്ക്കറ്റ് പോലെ ഉണ്ടാക്കുവാണെങ്കിൽ. ഇപ്പോൾ 1 ഇയർ ഒക്കെ ഇവിടെ ആൾക്കാർ വെച്ചിരിക്കാറുണ്ട്.
ഒരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഷെൽഫിൽ വെച്ചിരുന്നാൽ മതി. 1 ഇയർ ഒക്കെ ഇരിക്കും. ഇവിടെ നമ്മൾ ആക്ച്വലി ഷോപ്പിൽ ഈ ജിഞ്ചർ ബ്രെഡ് എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ട്രഡീഷണൽ സ്വീറ്റ് എന്ന് പറയാം. ഷോപ്പിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ പൊതുവേ വീടുകളിൽ നമ്മൾ ഈ ജിഞ്ചർ ബ്രെഡ് ചെയ്യുന്നത് ഈ ക്രിസ്മസ് ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആൾക്കാർ ഇത് ഉണ്ടാക്കുമ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇത് ഉണ്ടാക്കും, ജിഞ്ചർ ബ്രെഡ് ക്രിസ്മസിനോടനുബന്ധിച്ച്. അപ്പോൾ ആരുണ്ടാക്കിയാലും എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഉണ്ടാക്കും ഇതേപോലെ വെച്ചിരിക്കാനായിട്ട്. ഞാൻ ആക്ച്വലി ഇന്നലെ ഇത് 1 കിലോ മാവിലാണ് ഈ വീടിന്റെ പാർട്ടും ഇത്രയും ജിഞ്ചർ ഞങ്ങൾ കുറെ കഴിച്ചു കേട്ടോ ഇന്നലെ ബേക്ക് ചെയ്തപ്പോ തന്നെ. ഞാൻ അടുത്ത ആഴ്ച ജിഞ്ചർ ബ്രെഡ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്, കുക്കീസ് പോലെ കുറച്ച് നാൾ വെച്ചിരിക്കാനായിട്ട്. അത് ഞാൻ 1.5 കിലോ മാവിൽ ചെയ്യും. ക്രിസ്മസിന് കുറെ ജോലിയിൽ ഇതേപോലെ ഉണ്ട്. ഇനി അടുത്ത പാർട്ട് അത് പിന്നെ പോളണ്ടിൽ ഈ ജിഞ്ചർ ബ്രെഡ് 2 ടേസ്റ്റില് കിട്ടും. ഒന്ന് ഈ ജിഞ്ചർ ബ്രെഡ് എന്ന് പറയുമ്പോൾ ജിഞ്ചറിന്റെ തന്നെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ട ഉണ്ടല്ലോ, കറുവപ്പട്ടയുടെ ടേസ്റ്റ് ആണ്. എനിക്ക് ഷോപ്പിൽ മിക്കവാറും കിട്ടുന്ന ഈ കറുവപ്പട്ടയുടെ ടേസ്റ്റ് ആണ്. പിന്നെ ചിലവർ ഇവിടെ വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ ജിഞ്ചറിന്റെ ടേസ്റ്റ് ആയിരിക്കും, ചിലവർ ഈ കറുവപ്പട്ടയുടെ സിനമൺ പൗഡറിന്റെ ടേസ്റ്റ് ആയിരിക്കും. ജിഞ്ചറിന്റെ ടേസ്റ്റ് ആണ്. എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എന്താണെന്നറിയത്തില്ല, മേ ബി ഞാൻ ആദ്യമായിട്ട് കഴിച്ച ജിഞ്ചർ ബ്രെഡ് ആ ടേസ്റ്റ് ആയിരുന്നിരിക്കും. 2 ആണേലും കൊള്ളാം, നല്ല 2 ആണേലും നല്ല ടേസ്റ്റ് ആണ്, കുഴപ്പമില്ല. ഇന്നതാണ് നല്ലതെന്ന് പറയാനില്ല, അതൊക്കെ നമ്മുടെ ചോയ്സ്. ചിലവരുടെ നാവിന് ഈ കറുവപ്പട്ടയുടെ ടേസ്റ്റ് ആയിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ്. എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. നമ്മൾ ഈ മുട്ടയുടെ വെള്ളയും ഈ ഷുഗർ പൗഡറും കൂടെ മിക്സ് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചർ കറക്റ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ അധികം പിടിച്ചുകൊണ്ട് ഇരിക്കണ്ട. കണ്ടോ, ഓരോ പാർട്സ് പെട്ടെന്ന് ആകുന്ന കണ്ടോ, പെട്ടെന്ന് ശരിയാകും. ഈ ഒരു മിക്സ്ചർ നമ്മൾ ശരിയാക്കുന്നത്. ഞാനിത് മിക്സ് ചെയ്തത് നേരത്തെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ നന്നായി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടെക്സ്ചർ കണ്ടോ, ഇതിപ്പോ അത്ര ഒഴുകാൻ പാടില്ല, ഇങ്ങനെ അങ്ങ് നിൽക്കണം. ഈ സെയിം മിക്സ്ചർ തന്നെ നമ്മൾ ഈ ജിഞ്ചർ ബ്രെഡ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ വെറോണിക്കയ്ക്ക് ഇതിപ്പോ അവള് ഇതെടുത്ത് കൂടുതൽ ദേഹത്തൊക്കെ ആകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ട്യൂബ് വാങ്ങിച്ചു. ഇതും അത് തന്നെയാണ്. ഇതിപ്പോ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം നമ്മളെ വീട് ഇതിപ്പോ ഡെക്കറേറ്റ് ചെയ്യും. What happened? Every time when I put that. ഇത് റൂഫാണ്. ഇതിങ്ങനെ വരും. I want that. We can share together. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഇവിടെ റെഡിയായി. നമ്മൾ ഇനി കുറച്ച് ടൈം ഇതിന് കൊടുക്കണം, ഒന്ന് ഉണങ്ങാനായിട്ട്, ഒന്ന് സെറ്റാകാനായിട്ട്. ഇങ്ങനെയുണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ നന്നായിരിക്കും. I did it all. ഇതെല്ലാം വെറോണിക്ക് തനിയെ ഡെക്കറേറ്റ് ചെയ്ത ജിഞ്ചർ ബ്രെഡ്സ് ആണ്. This all I did. ഇത് വെറോണിക്ക ഉണ്ടാക്കിയതാ, വെറോണിക്ക ഡെക്കറേറ്റ് ചെയ്ത്. I need your help.
Colorful. ഞങ്ങളുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മുടെ ചിമ്മിനിയാണ്. പോളണ്ടിലെ എല്ലാ വീടുകളിലും ഈ ചിമ്മിനിയുണ്ട്. ഞങ്ങൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് ഞാൻ മറക്കാറില്ല. എങ്ങനെയുണ്ട് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്? ഇനിയും ഉണ്ട് ഡെക്കറേഷൻ. Yeah. And all time we are keeping it open. Christmas tree, candy. ഇതാണ് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. ഫുൾ കംപ്ലീറ്റ് ആയില്ല. ഇത് മിക്കവാറും എല്ലാ പോളിഷ് ഹോമിലും ഈ ജിഞ്ചർ ബ്രെഡ് ചെയ്യാറുണ്ട്. എനിക്ക് ജിഞ്ചർ ബ്രെഡ് ഹൗസ് എല്ലാ വീടുകളിലും ചെയ്യുമെന്ന് അറിയത്തില്ല, കാരണം ഇത് കുറച്ച് പണിയുള്ളതാണ്. പിന്നെ ഇത് ഞങ്ങൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇത് ഉണ്ടാക്കിയാലും ഇത് ജാനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെ ഇത് ഞങ്ങൾ വെച്ചിരിക്കും. അത് കഴിഞ്ഞ് കഴിക്കും കേട്ടോ. പിന്നെ ഈ ജിഞ്ചർ ബ്രെഡിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഈ ക്രിസ്മസ് ട്രീ ഇതൊക്കെ ക്യാൻഡി, ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ജിഞ്ചർ ബ്രെഡിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തത് കണ്ടോ. അതിനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോഴത് ഇങ്ങനെ ആയിട്ടുണ്ട്. മമ്മ ഗേവ് എ നെയിം ഫോർ ദിസ്. ഓരോന്നായിട്ട് നെയ്യുണ്ട്. ബേബി മമ്മ ഗേവ് എ നെയിം ഫോർ ദിസ് ജിഞ്ചർ കുട്ടൻ. ജിഞ്ചർ കുട്ടൻ്റെ അടുത്ത് വെച്ചു. ഒരു ക്രിസ്മസ് ട്രീ മൂവിങ് ഇത് ഞങ്ങളുടെ ജിഞ്ചർ ബ്രെഡ് ഫ്ലവർ. ഇത് ഞാൻ ഉണ്ടാക്കിയ ജിഞ്ചർ ബ്രെഡ് ആണ്. ഇത് ജിഞ്ചർ ബ്രെഡ് ഹൗസ്. അയ്യോ, one more topping missing. Red color. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഞാനും വെറോണിക്ക ഓരോന്നായിട്ട് ചെയ്തു തീരുമ്പോൾ ഒരു വശത്തെ കൂടെ ഇളകി വീഴുവാണ്. നാളെ ആകുമ്പോ സെറ്റ് ആകത്തുള്ളു ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, ഇതാണ് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. കണ്ടോ, ഇഷ്ടമായോ? എല്ലാവർക്കും കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ആക്ച്വലി ഉണങ്ങാൻ ഒരു സമയം എടുക്കും. നാളെ ആകുമ്പോഴേ നമുക്ക് ഇതിനൊന്ന് അനക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇതൊന്നിപ്പോൾ ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കാം. എനിക്ക് തോന്നുന്നു നാളെ ഞാൻ നന്നായിട്ടൊന്ന് snow and fall. No, don't touch. That all natural. That is also beautiful. വെറോണിക്ക അവള് വന്ന് നക്കുവാണ്. വെറോണിക്ക നമുക്ക് മനസ്സിലായെന്തോ ശരിക്കും അതിനും ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. ഈ വർഷത്തെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് അടുത്ത വർഷം വേറെ രീതിയിലായിരിക്കുമല്ലോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. ഇതിൻ്റെ ഫ്രണ്ട് വശം
സൈഡില് ഇത് വെറോണിക്ക ചെയ്ത ഡെക്കറേഷൻസ് ആണ്. കണ്ടോ? Who did? നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഒക്കെയുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മെറി ക്രിസ്മസ്, വെസോവിഷ്യന്ത് മെറി ക്രിസ്മസ് എന്നാണ്. ഇത് ജിഞ്ചർ ബ്രെഡാണ്. ഡെക്കറേറ്റ് ചെയ്യുന്ന വേണേയും കാണിച്ചു. ഇപ്പം ഭയങ്കര സൂപ്പറൊന്നുമല്ല. 4 You're doing very well. Wait, can I finish this? Okay. Okay. Resolution. ഇനി ഒന്നും കൂടെ ഉണ്ടേ. ഡെക്കറേറ്റ് ചെയ്യും. ാണ് നമ്മുടെ ജോലി. ഇതാണ് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസും ഇന്ന് ചെയ്ത ഈ ഡെക്കറേഷൻസ് ഒക്കെ. ഇത് മേരി ക്രിസ്മസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പോളിഷിലെ വെസോവിഷ്യൻ. ഇത് കുട്ടികളുടെ പ്രസന്റ് ബാഗിൽ ഇടാമെന്ന് ഞാൻ വിചാരിക്കുക. ആണ് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്. ഈ ജിഞ്ചർ ബ്രെഡിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റെസിപ്പി ഇടാം കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി പറയുവാണ്, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ, നിങ്ങളുടെ പരിചയക്കാർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് എഴുതാനും മറക്കരുത്. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.